സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ RRB JEയുടെയും SSC JEയുടെയും കേരള PC എക്സാമിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏകദേശം ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കാപ്പിലറി റൈസ് ഇൻ എ നാരോ 2-dimensional സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് W? ഓക്കെ, ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ കാപ്പിലറി റൈസ് ഇൻ എ നാരോ 2-dimensional സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് W? ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, half of that in a capillary tube of diameter W, 2/3 of that in a capillary tube of diameter W, 1/3 of that in a capillary tube of diameter W, 1/4 of that in a capillary tube of diameter W. അപ്പോൾ 4 ഓപ്ഷൻസിലും നമുക്ക് 4 വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുള്ളത്. ഓക്കെ, അതായത് നമ്മൾ കാപ്പിലറി ട്യൂബുമായിട്ടാണ് നമ്മൾ ഈ ഒരു കാപ്പിലറി റൈസ് നമ്മളൊരു സ്ലിറ്റിൻ്റെ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും നമ്മുടെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ 2 പ്ലേറ്റ് പോലെ നമ്മൾ 2 പ്ലേറ്റ് പോലത്തെ സംഭവം എന്ത് ചെയ്യണം, നമ്മളൊരു ലിക്വിഡിൽ, നമ്മുടെ കേസിൽ പറഞ്ഞത് ലിക്വിഡിൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷേ ഒരു ലിക്വിഡിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാൻ വിചാരിക്കാം. ഓക്കെ, നമ്മൾ ലിക്വിഡിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യണം. അപ്പം ഉണ്ടാവുന്ന ആ ഒരു കാപ്പിലറി റൈസാണ് ചോദിച്ചുള്ളത്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന കാപ്പിലറി റൈസാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് ഇങ്ങനെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ വരയ്ക്കാം. 2 പ്ലേറ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ ഈ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത്, ഇത് ലിക്വിഡാണ്, ആ ലിക്വിഡിലേക്ക് നമ്മൾ 2 പ്ലേറ്റ് അങ്ങനെ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് കാപ്പിലറി റൈസ് ഉണ്ടാവും. ആ കാപ്പിലറി റൈസ് നമ്മുടെ കാപ്പിലറി ട്യൂബിലെ കാപ്പിലറി റൈസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലിക്വിഡ് റൈസാണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ GD എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. കാപ്പിലറി റൈസ് നമുക്ക് H ആണെങ്കിൽ H = നമുക്ക് 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ GD എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ അത് നമ്മൾ ട്യൂബിൻ്റെ കേസിലാണ്. ഓക്കെ, കാപ്പിലറി ട്യൂബിൻ്റെ കേസിലാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ ഇതേപോലത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെയുള്ള സ്ലിറ്റിൻ്റെ കേസിലാണെങ്കിൽ 2 പ്ലേറ്റ് വെച്ച് നമ്മൾ പ്ലേറ്റ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മേലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡ് റൈസ് ചെയ്ത് വരും. അതിന് നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ലിറ്റിൻ്റെ കേസിൽ ഇക്വേഷൻ ഓർത്ത് വെക്കണം. 4 സിഗ്മയ്ക്ക് പകരം 2 സിഗ്മ കോസ് തീറ്റ ബൈ റോ GD ആയിരിക്കും. ഓക്കെ, അതായത് നേർപകുതി ആയിരിക്കും നമ്മുടെ സ്ലിറ്റിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ കാപ്പിലറി റൈസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ 4 സിഗ്മ കോസിലേക്ക് വരെ എന്ത് ചെയ്യുക, 4 ഉള്ളത് 2 ആക്കിയാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ കേസിലുള്ള ഇക്വേഷനായി. അതിൻ്റെ അർത്ഥം കാപ്പിലറി ട്യൂബിലുണ്ടാകുന്ന റൈസിനേക്കാൾ നേർപകുതി ആയിരിക്കും നമ്മുടെ സ്ലിറ്റിലുണ്ടാകുന്ന കാപ്പിലറി റൈസിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് ആൻസർ വരിക ഹാഫ് ഓഫ് ദാറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതായത് ഹാഫ് ഓഫ് ദാറ്റ് കാപ്പിലറി ട്യൂബ് ഓഫ് ഡയമീറ്റർ W, അതായത് ഒരു ഡയമീറ്റർ W ഉള്ള കാപ്പിലറി ട്യൂബിൻ്റെ നേർപകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും കാപ്പിലറി റൈസ്. ഒരു നാരോ 2-dimensional സ്ലിറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, അതിന് നേർപകുതി ആയിരിക്കും. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടോട്ടൽ അബ്സല്യൂട്ട് പ്രഷർ ഈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറി ക്ലാസ്സിൽ നമ്മൾ കറക്റ്റ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗ്രാഫ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ടോട്ടൽ അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ ഗ്രാഫ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫ് വെച്ചൊന്ന് കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് ഓർത്തെടുക്കാം. അതായത് നമ്മുടെ ഗ്രാഫിൽ നമ്മുടെ ഒരു Y ആക്സിസും X ആക്സിസും ഉണ്ട്. അതിൽ നമ്മുടെ X ആക്സിൽ നമ്മൾ കാണിക്കുന്നത് ഇത് 0 പ്രഷർ ലെവലാണ് അല്ലേ. 0
പ്രഷർ ലെവലാണ്. അതുപോലെ നമ്മുടെ വൈ ആക്സിസിൽ കാണിക്കുന്ന നമ്മുടെ പ്രഷറാണ്. ഓക്കെ, മേലേക്ക് നമ്മൾ കാണിക്കുന്നത് പ്രഷറാണ്. അതുപോലെ നമ്മൾ ഇതിലൊരു ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷർ ലെവൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ ഇനിയിപ്പോൾ ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് വിചാരിക്കാം. ഇതിനെ നമുക്ക് പോയിൻ്റ് 1 എന്ന് വിളിക്കാം. മറ്റൊരു പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ താഴെ അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെയുള്ള ഒരു നെഗറ്റീവ് പ്രഷർ നമുക്കിവിടെ പോയിൻ്റ് 2 മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ പോയിൻ്റ് 1 അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് പറയുന്നത്? വിത്ത് റെഫറൻസ് ടു നമ്മുടെ 0 പ്രഷറാണ് അല്ലേ. നമ്മൾ 0 പ്രഷറിനെയാണ് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ പറയുന്നതാണ്. ഇത്രയും വരുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് ആ പോയിൻ്റ് എയിലെ പോയിൻ്റ് 1 അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് പോയിൻ്റ് 2 നോക്കണമെങ്കിൽ ഇതായിരിക്കും, ഇത്രയും വരുന്ന ഇതായിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് പോയിൻ്റ് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗേജ് പ്രഷർ ഉണ്ട് അല്ലേ. നമുക്ക് പോയിൻ്റ് 1 ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്ന് അറ്റ്മോസ്ഫിയർ പ്രഷറാണ് നമ്മുടെ ഡാറ്റ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും വരുന്നതായിരിക്കും നമ്മുടെ പോയിൻ്റ് 1 ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പോയിൻ്റ് 1 ഗേജ് പ്രഷറാണ് അത്രയും വരുന്നത്. അതുപോലെ തന്നെ പോയിൻ്റ് 2 ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് താഴോട്ടാണ് വരിക. അതായത് നെഗറ്റീവ് ഗേജാണ് അല്ലേ, നെഗറ്റീവ് ഗേജ് പ്രഷറാണ്. അപ്പോൾ അത് നമ്മുടെ പോയിൻ്റ് 2 നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് പറയാൻ പറ്റും. പി ഗേജ് പോയിൻ്റ് 2 ആണ്. അപ്പോൾ നമുക്കറിയാം അബ്സല്യൂട്ട് പ്രഷർ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഏതൊക്കെയാണ് അങ്ങനെ പറയാൻ പറ്റും. അതായത് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത്രയും വരുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ അല്ലേ. ഇത്രയും വരുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ, അല്ലെങ്കിൽ ഇത്രയും വരുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് പ്രഷറിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പറയാം, ഇത്രയും വരുന്ന ഇത്രയും വരുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഇത്രയും വരുന്ന ആ ഒരു പോയിന്റിലേക്കുള്ള ഗേജ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമുക്ക് പി അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയാം? ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് പി ഗേജ് പ്രഷറാണ്. ഓക്കെ, പി ഗേജ് പ്രഷറാണ്. അതുപോലെ നമുക്ക് ഈ പോയിൻ്റ് 2 കേസ് ഇങ്ങനെ പറയാം. പോയിൻ്റ് 2 കേസ് ആകുമ്പോൾ ഇത്രയും വരുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. പിന്നെ ഇത്രയും വരുന്നത് നമ്മുടെ നെഗറ്റീവ് ഗേജ് പ്രഷറാണ്. അതായത് ഈ കേസിൽ നമുക്ക് പറയാം പി അബ്സല്യൂട്ട് അല്ലേ. പി അബ്സല്യൂട്ട് ഈക്വൽ ടു എന്ത് പറയാം? പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് പി ഗേജ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഈ രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും നമ്മുടെ ഓപ്ഷൻസിൽ വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ശരിയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ പി എ ടി എം പ്ലസ് പി ഗേജ് എന്ന് പറയാം, അല്ലെങ്കിൽ പി എ ടി എം മൈനസ് പി ഗേജ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ആ രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. ടോട്ടൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അപ്പോൾ അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമ്മൾ പഠിച്ച പ്രകാരം പി എ ബി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ടു പി എ ടി എം പ്ലസ് പി ഗേജ് ആണ് അല്ലെ, പി ഗേജ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ പറയാൻ പറ്റും. ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ ആണ്. തെറ്റാണ്, ഓപ്ഷൻ തെറ്റാണ്. നമ്മൾ കോൺസെപ്റ്റ് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷറാണ്, അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നിങ്ങളൊരു ഹോംവർക്ക് പോലെ എന്ത് ചെയ്യാം. ഞാൻ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഹോംവർക്കായി ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം.
ട്രൈ ചെയ്യാതെ നിൽക്കാൻ പാടില്ല. നമ്മുടെ തിയറി ക്ലാസ്സിൽ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റൻ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വേണമെങ്കിൽ ഞാൻ ആൻസർ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾ ആ ഒരു ആൻസർ തന്നെയാണോ കിട്ടുന്നത് എന്തെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇതിൽ പോയിൻ്റ് ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും. 0.1632 ബാർ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം. നമ്മുടെ തിയറി ക്ലാസ്സിലെ കോൺസെപ്റ്റ് വെച്ച് മാനോമീറ്ററിലെ പ്രോബ്ലമാണ്, യൂട്യൂബ് മാനോമീറ്ററിലെ പ്രോബ്ലമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഞങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കമൻ്റായിട്ട് ചോദിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ പേർക്ക് ഈ ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചോദിച്ചാൽ മതി. 24th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഈസ് ട്രൂ. ഇപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് വായിച്ച് നോക്കാം. ഓപ്ഷൻ എ, കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു കൊഹിഷൻ ആൻഡ് അഡിഷൻ, ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹിഷൻ. അല്ലേ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും തിയറിയിൽ നമുക്കറിയാം കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി റൈസും ഉണ്ട്, കാപ്പിലറി ഫോളും ഉണ്ട്. കാപ്പിലറി റൈസിന് കാരണം നമുക്കറിയാം അഡിഷനാണ്, അതുപോലെ കാപ്പിലറി ഫോളിന് കാരണം നമുക്കറിയാം കൊഹിഷനാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലെ ഇത്രയും പറയുന്ന കാര്യം കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ലേ. കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു കൊഹിഷൻ ആൻഡ് അഡിഷൻ, നമുക്ക് ഇത്രയും വരുന്നത് നമുക്ക് കറക്റ്റ് തന്നെയാണ്. ബാക്കി പറയുമ്പോൾ ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹിഷൻ. അല്ല, നമ്മൾ തിയറിയിൽ പഠിച്ചാണ് സർഫസ് ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ആ ഒരു അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സ് കാരണം നമ്മുടെ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നമുക്ക് എ ആണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പ് വരുത്താം. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ഓപ്ഷൻ ബി നോക്കാം. കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു അഡിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹിഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ്. അതായത് കാപ്പിലാരിറ്റി അഡിഷൻ കാരണം ഉണ്ടാകുന്നു, അതുപോലെ സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് കൊഹിഷൻ കൊണ്ട് തന്നെയാണ്. പക്ഷേ കാപ്പിലാരിറ്റി ഉണ്ടാകുന്നത് അഡിഷൻ കൊണ്ട് മാത്രമല്ല, കാപ്പിലറി റൈസും ഉണ്ട്, കാപ്പിലറി ഫാളും ഉണ്ട് അല്ലേ. അപ്പോൾ കാപ്പിലറി റൈസ് ഈസ് ഡ്യൂ ടു അഡിഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാൻ പറ്റും. അതിൽ കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു അഡിഷൻ മാത്രം പറയുന്നതാണ് അത് ശരിയായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ശരി നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു അഡിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹിഷൻ ആൻഡ് അഡിഷൻ അല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതും തെറ്റാന്നല്ല, നമ്മൾ പറഞ്ഞ പോലെ അഡീഷനും ഉണ്ട് കൊഹിഷനും ഉണ്ട്. സോ നമുക്ക് ഇത് മാത്രമായിട്ട് പറയാൻ കഴിയില്ല. അതുപോലെ സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹിഷൻ ആൻഡ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സർഫസ് ടെൻഷൻ ഡ്യൂ ടു കൊഹിഷൻ ആൻഡ് അഡീഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ സി എന്ത് ചെയ്യാം, നമുക്ക് തെറ്റായിട്ട് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. നാലാമത്തെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ഡി ആണ്. കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു കൊഹിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു അഡീഷൻ. അപ്പോൾ അത് തെറ്റാണ്. നമുക്കറിയാം സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് അൺബാലൻസ്ഡ് കോസീവ് ഫോഴ്സ് കാരണമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഓപ്ഷൻ എ മാത്രമേ അതിൽ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഈ ടൈപ്പ് വലിയ ഓപ്ഷൻസ് നമുക്ക് ആൻസർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്തൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ് വരിക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദ ഫോളോയിങ് ഷിയർ സ്ട്രെസ് ടൈം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ വാല്യൂസ് ആർ ഒബ്റ്റൈൻഡ് ഫോർ എ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ടൈം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് സ്ട്രെയിനിൻ്റെ വാല്യൂസ് 0, 2, 3, 4 കിട്ടിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് നമുക്ക് 0, 1.4, 2.6, 4 കിട്ടിയിട്ടുണ്ട്. ചോദിച്ചുള്ളത് ഹൗ ക്യാൻ ദ ഫ്ലൂയിഡ് ബി ക്ലാസിഫൈഡ്. നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ തിയറി ക്ലാസ്സിൽ കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഐഡിയൽ ഫ്ലൂയിഡും ഉണ്ട്, റിയൽ ഫ്ലൂയിഡും ഉണ്ട്.
റിയൽ ഫ്ലൂയിഡിൽ നമുക്ക് പഠിച്ച പോലെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും ഉണ്ട്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും ഉണ്ട്. അതിൽ തന്നെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൽ നമുക്കറിയാം ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റും. എന്നാൽ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആകുമ്പോൾ നമുക്കറിയാം അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, അല്ലേ? ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും എന്തായിരിക്കില്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. അതുപോലെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ശരിക്കും വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സിൽ ശരിക്കും വരുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. നമ്മുടെ തിയറി ക്ലാസ് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നതെന്ന് കണ്ടുപോകാം, നോട്ട് ചെയ്ത് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സിൽ പ്രധാനമായിട്ടും 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ ആണ് ഐഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഐഡിയൽ ഫ്ലൂയിഡും രണ്ടാമത്തെ റിയൽ ഫ്ലൂയിഡും. ഓക്കെ, നമുക്കറിയാം ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള, അല്ലെ, ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ വിസ്കോസിറ്റി 0 ആയിട്ടുള്ള ഫ്ലൂയിഡാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ റിയൽ ഫ്ലൂയിഡ് ആകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് വിസ്കോസിറ്റി നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുപോലെ എന്താണ് ഡെൻസിറ്റി നമുക്ക് കോൺസ്റ്റൻ്റ് ആണെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഫ്ലൂയിഡാണ് റിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു റിയൽ ഫ്ലൂയിഡിൽ നമുക്ക് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും അതുപോലെ തന്നെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും. ഓക്കെ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. പിന്നെ സ്പെല്ലിംഗ് മൊത്തം എഴുതുന്നില്ല, ഇതേ സ്പെല്ലിങ്ങിനാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് താഴേക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഇവിടേക്ക് മാറ്റി എഴുതാം. നമ്മുടെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ടൈം ഇൻഡിപെൻഡൻറ്റും ടൈം ഡിപ്പെൻഡൻറ്റും. ഓക്കെ, ടൈം ഇൻഡിപെൻഡൻറ്റും ടൈം ഡിപ്പെൻഡൻറ്റ് ഫ്ലൂയിഡും. ഓക്കെ, ടൈം ഡിപ്പെൻഡൻറ്റ് ഫ്ലൂയിഡും. അതിൽ തന്നെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫ്ലൂയിഡിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ നമുക്ക് ഡൈലറ്റൻ്റ് ഫ്ലൂയിഡ്. രണ്ടാമത്തത് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. മൂന്നാമത്തെ ബിംഗം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഓക്കെ, അതുപോലെ തന്നെ ടൈം ഡിപ്പെൻഡൻറ്റിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ തിക്സോട്രോപിക് ഫ്ലൂയിഡും അതുപോലെ റയോപെക്റ്റിക് ഫ്ലൂയിഡും. ഇത്രയും ശരിക്കും നമ്മുടെ ഫ്ലൂയിഡിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. നമ്മൾ ആദ്യം ഫ്ലൂയിഡിനെ ഐഡിയൽ ഫ്ലൂയിഡായിട്ടും പറഞ്ഞു, റിയൽ ഫ്ലൂയിഡായിട്ടും പറഞ്ഞു. റിയൽ ഫ്ലൂയിഡിനെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡായിട്ടും പിന്നെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡായിട്ടും പറഞ്ഞു. ആ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അതായത് ടൈം ഇൻഡിപെൻഡൻറ്റും അതുപോലെ ടൈം ഡിപ്പെൻഡൻറ്റും. ടൈം ഇൻഡിപെൻഡൻറ്റ് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഡൈലറ്റൻ്റ്, സ്യൂഡോ പ്ലാസ്റ്റിക്, ബിംഗം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക്. ഇനി ടൈം ഇൻഡിപെൻഡൻറ്റ് ക്ലാസിഫൈ ചെയ്തത് തിക്സോട്രോപിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ റയോപെക്റ്റിക് ഫ്ലൂയിഡ്. ഇത്രയും നമ്മൾ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്ത് നോക്കുക. അതൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ കറക്റ്റായിട്ട് കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം നമുക്ക് ആ ഒരു ഗ്രാഫ് വരച്ചാൽ മനസ്സിലാവും. അതായത് നമ്മുടെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ നമുക്ക് d θ/dt
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഡി യു ബൈ ഡി വൈ എന്ന് പറയാം. ഓക്കെ, ഡി തീറ്റ ബൈ ഡി ടി അല്ലെങ്കിൽ ഡി യു ബൈ ഡി വൈ, അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനോ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. വൈ ആക്സിസിൽ നമുക്ക് ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് ടോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഷിയർ സ്ട്രെസ് നമുക്ക് ടോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, ഓക്കെ, ടൈം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് നമുക്ക് 0, 2, 3, 4 തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് 0, 1.4, 2.6, 4 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഗ്രാഫ് വരച്ച് നോക്കാം. അതായത് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നോക്കാം, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിൽ 0, ഫസ്റ്റ് പോയിൻ്റ് 0 ആണ്. ഷിയർ സ്ട്രെസ്സിലും 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. 0 നമ്മുടെ ഒറിജിനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കാം, ഷിയർ സ്ട്രെസ്സിൽ 1.4. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അതായത് ജസ്റ്റ് നമുക്കൊരു ബേസിന് വേണ്ടിയിട്ട് റെഫറൻസിന് നമുക്കത് 0.1, ഏകദേശം 0.2, ഇത് 0.3, 0.4 അങ്ങനെ കൊടുക്കാം. അതേപോലെ നമുക്ക് ഈ എക്സിലും കൊടുക്കുക 0.1, 0.2, 0.3, 0.4. ഇനി നമുക്ക് ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് നമ്മുടെ 0 മാർക്ക് ചെയ്തു, ഒറിജിനൽ മാർക്ക് ചെയ്തു. ഈ രണ്ടാമത്തെ പോയിൻ്റ് ഷിയർ സ്ട്രെസ്സിൽ 1.4ഉം അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ സ്ട്രെയിന് 2 ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഏകദേശം 1.4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയും ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ്, രണ്ടാമത്തെ പോയിൻ്റ് വരുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുക, ഷിയർ സ്ട്രെസ്സിൽ 2.6ഉം ഷിയർ സ്ട്രെയിനിൽ 3ഉം ആണ്. അല്ലേ, ഷിയർ സ്ട്രെയിൻ 3 ആണ്. അപ്പോൾ 3 വെച്ചൊരു ഏകദേശം 2.6 നമുക്ക് എത്രയും മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായി. ലാസ്റ്റ് പോയിൻ്റ് ഷിയർ സ്ട്രെസ്സിൽ 4 ആണ്. അതുപോലെ ഷിയർ സ്ട്രെയിനിലും 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് 4 ഇങ്ങനെ മാർക്ക് ചെയ്യും, ഇതിങ്ങനെയും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് അയക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. നമ്മുടെ രണ്ടാമത്തെ അല്ലേ, ഫസ്റ്റ് 0 മാർക്ക് ചെയ്തു, രണ്ടാമത്തത് 1.4 അല്ലേ. ഷിയർ സ്ട്രെസ് ആണ് ശരിക്കും 1.4, ഷിയർ സ്ട്രെയിൻ ആണ് 2 അല്ലേ. നമ്മൾ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, നേരെ തിരിഞ്ഞു പോയല്ലേ ചെയ്തപ്പം. രണ്ടാമത്തെ പോയിൻ്റ് നോക്കുക, ഷിയർ സ്ട്രെസ് 1.4. അപ്പോൾ നമുക്ക് ഏകദേശം 1.4 പറയുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഷിയർ സ്ട്രെയിൻ 2 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് വരും അല്ലേ. മൂന്നാമത്തെ ഷിയർ സ്ട്രെസ് 2.6 ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഷിയർ സ്ട്രെയിന് ഇല്ലല്ല, നമ്മൾ ആദ്യം ചെയ്തതിന് കറക്റ്റായിരുന്നു അല്ലേ. ചെറിയൊരു അബദ്ധം പറ്റി, വീണ്ടും പറ്റി. നമ്മൾ ആദ്യം ചെയ്തതിന് കറക്റ്റ് ഉണ്ടായിരുന്നു. ഷിയർ സ്ട്രെസ് 1.4 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ 2 അല്ലേ, കറക്റ്റ് തന്നെയാണ്. മൂന്നാമത്തെ പോയിൻ്റ് 2.6 ആണ്. ഇപ്പുറത്ത് 3ഉം അല്ലേ, ഇവിടെ നിന്ന് 3, ഇവിടെ 2.6. ഓക്കെ, മൂന്നാമത്തെ ലാസ്റ്റ് പോയിൻ്റ് 4ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് 4 ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക, ഇത് ഇവിടെ മാർക്ക് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് 4 പോയിൻറ്റും കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഈ ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രാഫ് കിട്ടും. അതായത് ഇങ്ങനെ മീറ്റ് ചെയ്യിക്കുമ്പോൾ അല്ലേ, ഇങ്ങനെയാണ് നമ്മളെ ഗ്രാഫ് പോകുന്നത്. ഓക്കെ, നമ്മൾ തിയറിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ, മേലോട്ടാണ് പോകുന്നത്. ഇതിനർത്ഥം നമ്മളിതൊരു ഡയലേറ്റഡ് ഫ്ലൂയിഡിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്നത് ഒരു ഡയലേറ്റഡ് ഫ്ലൂയിഡിൻ്റെ ഗ്രാഫാണ്. അതായത് നമുക്കിതിനെ n greater than 1 ആണ്. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോ ബിഹേവിയറിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. അതുപോലെ B0 ആയിരിക്കും. B0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഒറിജിൻ 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, B0 എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതേപോലെ ഒരു ഡയലേറ്റഡ് ഫ്ലൂയിഡാണ് അല്ലേ. നമുക്ക് പറയാം ഇതൊരു എന്തല്ല, നമ്മുടെ ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് അല്ല അല്ലേ,
ഓപ്ഷൻ എ നോക്കുക, ന്യൂട്രോൺ ഫ്ലൂയിഡാണ്. അതായത് ന്യൂട്രോൺ ഫ്ലൂയിഡ് ആകുമ്പോൾ നമുക്കറിയാം അത് ഒരു ലീനിയർ ലൈനാണ് വരിക അല്ലേ. അപ്പോൾ എന്താണ് ലീനിയർ ലൈനല്ല, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ബിങ്കം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് അല്ലേ. ബിങ്കം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗ്രാഫിൽ വരെ ശരിക്കും ഇങ്ങനെയാണ് വരിക. ബിങ്കം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ എയുടെ ഗ്രാഫ്, ന്യൂട്രോൺ ഫ്ലൂയിഡിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇവിടെ ജസ്റ്റ് വരയ്ക്കാം അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ന്യൂട്രോണിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ലീനിയർ ആയിരിക്കും വരിക. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ബിങ്കം പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് വരിക നമുക്ക് കുറച്ച് ഷിയർ സ്ട്രെസ് കുറച്ച് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം കുറച്ച് സ്ട്രെസ് കൊടുത്താൽ എന്ത് ചെയ്യും, ഫ്ലോ നടക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് ശേഷമാണ് പിന്നെ ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിങ്കം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. പിന്നെ അടുത്ത് വരുന്നത് സ്യൂഡോ പ്ലാസ്റ്റിക് ആണ്. സ്യൂഡോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് മൂന്നാമത്തെ ഗ്രാഫ് വരിക ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോവുക. ഇനി നാലാമത്തെ ഡയലറ്റൻ്റ് ആണ്, നമുക്കിപ്പോൾ കിട്ടിയ ഗ്രാഫാണ്. അതായത് നമ്മുടെ നമുക്കിപ്പോൾ വരച്ചപ്പോൾ കിട്ടിയ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് മേലോട്ട് റൈസ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഒറിജിൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ഗ്രാഫാണ് ഡയലറ്റൻ്റ് ഫ്ലൂയിഡിൻ്റെ. അപ്പോൾ നമുക്ക് 4 ഗ്രാഫുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് ആ പോയിൻ്റ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിക്വിഡ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ ഷുഡ് ഹാവ്. ഓക്കെ, നമ്മൾ മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിന് ഏത് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത് നോക്കാം. ലോ ഡെൻസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം മാനോമീറ്റർ ഫ്ലൂയിഡ് എന്തായിരിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനോമീറ്റർ ലിക്വിഡ് ഹൈ ഡെൻസിറ്റി ഫ്ലൂയിഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ലോ ഡെൻസിറ്റി അല്ല നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അത് ഹൈ ഡെൻസിറ്റി വന്നിട്ട് അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ വരിക ഹൈ ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ മാനോമീറ്ററിൽ നമുക്കറിയാം വിട്ടു മാനോമീറ്റർ ഉണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മെർക്കുറിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ നമ്മൾ മാനോമീറ്റർ ലിക്വിഡായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം മെർക്കുറിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, 13,600 kg/m³. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഉള്ള ലിക്വിഡാണ് നമ്മൾ മാനോമീറ്ററിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു കേസിൽ ശരിക്കും നമുക്ക് നമ്മുടെ ലോ സർഫസ് ടെൻഷനും നമ്മുടെ ആൻസർ തന്നെയാണ്. ഓക്കെ, ലോ സർഫസ് ടെൻഷനും നമുക്ക് വേണമെങ്കിൽ ആൻസറായിട്ട് പറയാവുന്നതാണ്. പക്ഷേ ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഹൈ ഡെൻസിറ്റിക്കാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇത് രണ്ടും ശരിയാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കൂടുതൽ അപ്രോക്സിമേറ്റ് ആൻസർ ഹൈ ഡെൻസിറ്റി എന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് ലിക്വിഡ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ ഷുഡ് ഹാവ് ഹൈ ഡെൻസിറ്റി ആൻഡ് ലോ സർഫസ് ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ബോത്ത് ഓഫ് ബി ആൻഡ് സി ഉണ്ട്, നമുക്ക് രണ്ടും ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യേണ്ട ആൻസർ ഹൈ ഡെൻസിറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio of pressures between 2 points A and B located respectively at depths 0.5 meter and 2 meter below a constant level of water in a tank is. ഒരു എളുപ്പമുള്ള പ്രോബ്ലമാണ്. അതായത് ഒരു ടാങ്കിനകത്ത് വാട്ടർ ഉണ്ട്. അപ്പോൾ 2 പോയിൻ്റ് പറയുന്നുണ്ട്, പോയിൻ്റ് എയും പോയിൻ്റ് ബിയും. ലൊക്കേറ്റഡ് റെസ്പെക്റ്റീവ്ലി അറ്റ് ഡെപ്ത്സ് ഓഫ് 0.5 മീറ്ററും 2 മീറ്ററുമാണ് അല്ലേ. 2 മീറ്ററും 0.5 മീറ്ററാണ് ഡെപ്ത്ത് പറയുന്നത്. അതായത് പോയിൻ്റ് എൻ്റെ സ്ഥാനം 2 മീറ്റർ താഴത്തും, അത് പോയിൻ്റ് എ 2 മീറ്ററാണ് താഴെ വരുന്നത്. അതുപോലെ പോയിൻ്റ് ബി വരുന്നത് പോയിൻ്റ് എ 0.5 മീറ്ററും അല്ലേ. പോയിൻ്റ് എ വരുന്നത് 0.5 മീറ്ററും പിന്നെ പോയിൻ്റ് ബി വരുന്നത് 2 മീറ്ററുമാണ് അല്ലേ. 2 മീറ്റർ ബിലോ എ കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് വാട്ടർ അല്ലേ. ഈ കോൺസ്റ്റൻറ്റ് ലെവലിൽ നിന്നും 0.5 മീറ്റർ താഴെ പോയിൻ്റ് എയും അതുപോലെ തന്നെ 2 മീറ്റർ താഴെ പോയിൻ്റ് ബിയും വരുന്നു. അപ്പോൾ ദ റേഷ്യോ ഓഫ് പ്രഷേഴ്സാണ് നമ്മൾ കാണേണ്ടത്. അതായത്
പ്രഷർ അറ്റ് പോയിൻ്റ് എ ഡിവൈഡ് ബൈ പ്രഷർ അറ്റ് പോയിൻ്റ് ബി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമുക്ക് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് പി ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ. നമുക്കത് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു കേസിൽ പോയിൻ്റ് എയിലെ പ്രഷർ പി എ ഈക്വൽ ടു നമുക്ക് റോ എ ജി എച്ച് എ എന്ന് പറയാം. അതുപോലെ പോയിൻ്റ് ബിയിലെ പ്രഷർ നമുക്ക് പി ബി ഈക്വൽ ടു റോ ബി ജി എച്ച് ബി എന്ന് പറയാം. ഓക്കെ, നമ്മൾ ചോദിച്ചുള്ളത് എന്താണ്? പോയിൻ്റ് എയിലെ പ്രഷറും പോയിൻ്റ് ബിയിലെ പ്രഷറും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എഴുതാൻ പറ്റും. എന്തൊക്കെ എഴുതാം? നമ്മൾ ഇക്വേഷൻ നമുക്ക് നേരെ എഴുതാൻ പറ്റും. അതായത് ഈക്വൽ ടു റോ എ ജി എച്ച് എ ഡിവൈഡ് ബൈ നമുക്ക് എന്ത് എഴുതാം? റോ ബി ജി എച്ച് ബി എഴുതാൻ പറ്റും. ഇനി നോക്കുക, നമ്മുടെ റോ എയും റോ ബിയും അല്ലേ, നമ്മുടെ ഇക്വേഷൻ റോ എയും റോ ബി എന്താണ്? വാട്ടറാണ്. അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും. കാരണം അവിടെ ഒറ്റ ലിക്വിഡുള്ളൂ. ആ ലിക്വിഡിൽ 2 പോയിൻ്റാണ് പറഞ്ഞത്. സോ നമുക്ക് എന്ത് ചെയ്യാം? റോ എയും റോ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ജിയും കോമൺ, അത് നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റും. ബാക്കി വരുന്നത് എച്ച് എയും അതുപോലെ തന്നെ എച്ച് ബിയും ആണ് അല്ലെ. എച്ച് എയും എച്ച് ബിയും മാത്രമുള്ളൂ. അതായത് നമുക്ക് എന്ത് ചെയ്യാം? പി എ ബൈ പി ബി എന്ന് പറഞ്ഞാൽ എച്ച് എ ബൈ എച്ച് ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അതായത് എച്ച് എ നമുക്കറിയാം 0.5 മീറ്ററാണ് ഡിവൈഡ് ബൈ എച്ച് ബി നമുക്കറിയാം 2 മീറ്ററാണ്. അതായത് നമുക്ക് ചെയ്താൽ കിട്ടും നമ്മുടെ ആൻസർ എത്ര വരിക? 0.5/2 പറഞ്ഞാൽ 1/4 അല്ലെങ്കിൽ 1:4 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, റേഷ്യോ ഓഫ് പി എ ടു പി ബി എന്ന് പറയുമ്പോൾ 1:4 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്കാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ദ പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ എ ഫ്ലൂയിഡ് വിൽ നോട്ട് ബി സെയിം ഇൻ ഓൾ ദ ഡയറക്ഷൻസ് വെൻ ദ ഫ്ലൂയിഡ് ഈസ് വെൻ അല്ലേ. അപ്പോൾ ഒരു ഫ്ലൂയിഡിനകത്തുള്ള ഒരു പോയിൻറ്റിലെ പ്രഷർ വിൽ നോട്ട് ബി സെയിം ഇൻ ഓൾ ദ ഡയറക്ഷൻ അല്ലേ. എല്ലാ ഡയറക്ഷനിലേക്കും സെയിം ആകാത്തത് എപ്പോഴാണെന്നാണ്. ഇപ്പോൾ നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു, പാസ്കൽസ് ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറിയിൽ പ്രത്യേകം പറഞ്ഞായിരുന്നു പാസ്കൽസ് ലോ എപ്പോഴാണ് അത് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്കിലായിരിക്കണം അല്ലേ, സ്റ്റേഷനറി കണ്ടീഷനിലായിരിക്കണം. അപ്പോഴേ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു പോയിൻറ്റിലുള്ള എല്ലാ പ്രഷറും അല്ലെങ്കിൽ ഒരു പോയിൻറ്റിലെ എല്ലാ ഡയറക്ഷനിലേക്കും പ്രഷറും ഈക്വൽ ആവുള്ളൂ. എൻ്റെ അർത്ഥം എപ്പോഴായിരിക്കും പ്രഷർ ഈക്വൽ അല്ലാത്തത്? അത് സ്റ്റാറ്റിക് അല്ലാത്തപ്പോൾ. അതായത് നമുക്ക് ഒന്നുകിൽ മൂവിങ് ആവണം അല്ലേ, മൂവിങ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എയിൽ മൂവിങ് ആൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ ഡിയിലും മൂവിങ് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രഷർ ഈക്വൽ അല്ലാത്ത എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വൽ അല്ലാത്ത കേസ് പറഞ്ഞാൽ ഒന്ന് മൂവിങ്ങും ആയിരിക്കണം, അതുപോലെ തന്നെ അതൊരു വിസ്കസ് ഫ്ലൂയിഡും ആയിരിക്കണം. ഓക്കെ, വിസ്കസ് ഫ്ലൂയിഡും മൂവിങ്ങും ആണെങ്കിലാണ് ആ ഒരു കേസിൽ എന്ത് ചെയ്യുക, പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ എ ഫ്ലൂയിഡ് വിൽ നോട്ട് ബി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ പാസ്കൽസ് ലോയിൽ പറഞ്ഞിട്ടായിരിക്കും അതൊരു സ്റ്റാറ്റിക് ആയിരിക്കണം, ലിക്വിഡ് സ്റ്റാറ്റിക് ആയിരിക്കണം, ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ നോൺ വിസ്കസ് ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിസ്കസും മൂവിങ്ങും ആകുമ്പോഴാണ് നമ്മുടെ പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ എ ഫ്ലൂയിഡ് വിൽ നോട്ട് ബി സെയിം ഇൻ ഓൾ ദ ഡയറക്ഷൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. തെറ്റിപ്പോകാൻ പാടില്ല. മൂവിങ് എന്ന് കാണുമ്പോൾ നമുക്ക് ഓപ്ഷൻ മേലും മൂവിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടിട്ട് ആൻസർ ചെയ്യാൻ പാടില്ല. എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഇതിൽ മൂവിങ്ങും ഉണ്ട്, വിസ്കസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് എച്ച് മെഷർഡ് ബൈ എ മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എക്സ്പ്രസ്ഡ്. നമ്മൾ ഇക്വേഷനൊക്കെ നമ്മൾ ഡിപ്ലോമയ്ക്ക് ബിടെക്കിനോ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വെഞ്ചുറി മീറ്ററിലൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, വെഞ്ചുറി മീറ്ററിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെഞ്ചുറി മീറ്ററിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ശരിക്കും എച്ച് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എം ബൈ
SO-1 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഈസ് ദ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് H മെഷേർഡ് ബൈ എ മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എക്സ്പ്രസ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ നമ്മൾ ആ ഒരു പ്രഷർ ഹെഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. അതായത് നമ്മൾ കിട്ടുന്ന മെർക്കുറി ഹെഡിനെ നമ്മൾ ആ ഒരു വെഞ്ചുറിമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് നമ്മുടെ ഓപ്ഷൻ ഡിയിൽ കാണുന്നതായിരിക്കും. H=X/SM/SO-1 എന്ന് പറഞ്ഞാൽ അതിൽ H പറഞ്ഞാൽ എന്തായിരിക്കും? H എന്ന് പറഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ഹെഡ് ഓഫ് ലിക്വിഡാണ്. ഓക്കെ, കറസ്പോണ്ടിങ് ഹെഡ് ഓഫ് ലിക്വിഡാണ്. അതായത് നമ്മൾ ആ ലിക്വിഡിൻ്റെ ഹെഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണിത്. രണ്ടാമത്തെ X എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞ പോലെ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ്, അതായത് നമുക്ക് നമ്മുടെ മാനോമീറ്ററിൽ കിട്ടുന്ന ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡാണ് X എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡാണ് X എന്ന് പറയുന്നത്. പിന്നെ SM എന്ന് പറയുന്നത് നമ്മുടെ മാനോമീറ്റർ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, മാനോമീറ്റർ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് SM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SO എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ മെർക്കുറി ഓയിൽ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മെർക്കുറി ഓയിൽ ആകുമ്പോൾ ഓയിലിൻ്റെ ഏതാണോ ഓയിൽ ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് SO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്ത് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡിനെ നമുക്ക് എന്താക്കി മാറ്റാം? ആ ലിക്വിഡിൻ്റെ ഹെഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് Hലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. X/SM/SO-1 ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യനാണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്. ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ. അറ്റ് എ പോയിന്റ് ദ ഹൈറ്റ് ഓഫ് ഓയിൽ ഈസ് 40 മീറ്റർ. ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് ഓഫ് വാട്ടർ അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പോൾ നമ്മളിതിൻ്റെ തിയറി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ജസ്റ്റ് ഒന്നുമില്ല, ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു കോളമുണ്ട്. ഓക്കെ, ആ കോളത്തിൽ ഒരു ഓയിലുണ്ട്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.9 ആണല്ലേ. ഒരു ലിക്വിഡ് കോളത്തിൽ ഒരു ഓയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ആ ഒരു കുളത്തിലുള്ള ഹെഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 40 മീറ്റർ ആണല്ലേ. ഹെഡ് 40 മീറ്ററാണ്. ഓക്കെ, ഹെഡ് നമുക്ക് 40 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഹെഡ് നമുക്ക് 40 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്? ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് ഓഫ് വാട്ടർ അറ്റ് ദാറ്റ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രഷർ ഹെഡിൽ ഉണ്ടാകുന്ന വാട്ടറിൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റാണ് ചോദിച്ചുള്ളത്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയറി ക്ലാസ്സിൽ, അതായത് ഒന്നുകിൽ ρ1 H1 = നമുക്ക് ρ2 H2 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യാം? S1 H1 = S2 H2 യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് നമ്മുടെ ഇവിടെ ഒരു ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് S1 തന്നിട്ടുണ്ട്. ഓയിലിൻ്റെ ഹെഡ് നമുക്ക് 40 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസിൽ വാട്ടറിൻ്റെ ഹെഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 1 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? H ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, H ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. H2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. H2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. കേസ് നമുക്ക് എഴുതാം. H2 എന്ത് എഴുതാം? H2 = S1 H1/S2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് S1 H2 എന്ന് പറയുമ്പോൾ S1 എത്രയാണ്? 0.9 ആണ്. 0.9 × H1 40 ആണ്, / S2 എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, നമുക്കറിയാം അത് 1 ആണ്. അപ്പോൾ 40 × 0.9 എന്ന് പറയുമ്പോൾ 36 36/1 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 36 ആണ്. അതായത് 36 മീറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് വാട്ടറിൻ്റെ ഹെഡ്. ഓക്കെ, കറസ്പോണ്ടിങ് വാട്ടർ ഹെഡ് നമുക്ക് 36 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മുടെ ഓപ്ഷൻസ് പ്രകാരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക, 36 മീറ്റർ. അതിൻ്റെ ഒരു ലോജിക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 10-11 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ കോൺസെപ്റ്റ് വൈസ് MCQ ഡിസ്കഷൻ നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ടോപ്പിക്കിൻ്റെയും തിയറി ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.